ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Legaldais. ഈ വീഡിയോയിൽ നമ്മൾ കേരള ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ ബാലൻസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. ആൻഡ് അതിനകത്ത് നമ്മൾ കുടികിടപ്പുകാരൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് അതിൻ്റെ ഡെഫിനിഷനും പിന്നെ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കേസസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, അന്ന് നോക്കുക. ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ബാലൻസ് കുറച്ച് കേസ് ലോസ് ആണ് പറയുന്നത്. ഇതിൽ ആദ്യം പറയുന്നൊരു കേസാണ് ബാലമ്മാൾ വേഴ്സസ് വസന്തകുമാരി എന്ന് പറയുന്ന കേസ്. ഇതിൽ കോടതി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓക്കുപ്പേഷൻ ഷുഡ് ബി ബൈ ദ പേഴ്സൺ ഹു ക്ലെയിംസ് കുടികിടപ്പ് റൈറ്റ് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ റൈറ്റ്. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഡിപെൻഡൻറ്റ് റൈറ്റ്. അതായത് ഇപ്പം കോടതി പറഞ്ഞാണ് ഒരാളുടെ ആ ഒരു കുടികിടപ്പ് റൈറ്റ് ക്ലെയിം ചെയ്യുന്നത് ആരാണോ അയാൾ തന്നെ ആയിരിക്കണം ആ ഒരു ഓക്കുപ്പേഷൻ നടത്തുന്നത്. എന്നിട്ട് അതൊരു ഇൻഡിപെൻഡൻറ്റ് റൈറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് ഈ കുടികിടപ്പ് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബാലമ്മാൾ വേഴ്സസ് വസന്തകുമാരി. അടുത്ത രണ്ടാമത്തെ ഒരു കേസാണ് വസുമതി വേഴ്സസ് സ്റ്റേറ്റ്. ഇതിൽ ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ വെദർ ദ ഡ്വെല്ലിംഗ് ഹൗസ് പെർമിറ്റഡ് ടു ബി ഓക്കുപ്പൈഡ് കുഡ് ബി ട്രീറ്റഡ് ആസ് എ ഹട്ട് or not is to be determined on the basis of its cost at the time of construction and not at the time of granting permission. അപ്പോൾ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്വെല്ലിംഗ് ഹൗസ്, അതായത് അത് പെർമിറ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട്, ഒരു ഹട്ടായിട്ട് ഒക്കുപ്പൈ ചെയ്യാനായിട്ട്, ഹട്ടായിട്ട് ട്രീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒക്കുപ്പൈ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞിട്ട്. അതല്ല, അപ്പോൾ അങ്ങനെ ഒരു ഡ്വെല്ലിംഗ് ഹൗസിനെ പെർമിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? അതല്ലെന്നുണ്ടെങ്കിൽ it is to be permitted on the basis of its cost at the time of construction. At the time of construction സമയത്ത് ഇതിനുണ്ടായ കോസ്റ്റിൻ്റെ ബേസിസിൽ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? അതല്ലെന്നുണ്ടെങ്കിൽ പെർമിഷൻ ഗ്രാൻഡ് ചെയ്ത സമയത്തെ കാര്യം. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വസുമതി വേഴ്സസ് സ്റ്റേറ്റിൽ വന്നത്. നമ്മൾ ഈ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇതിന് മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 750 rupees അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഹൗസിന് ആകുവാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അതിൽ കുടികിടപ്പുകാരൻ അല്ലാതാകും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്തൊരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണമ്മ വേഴ്സസ് നാഗേശ്വരി അമ്മ. ഇതിൽ ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ഇഫ് എ പേഴ്സൺ ഈസ് ഇൻ ഓക്കുപ്പേഷൻ ഓഫ് ഓൺലി എ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് നോ ക്വസ്റ്റ്യൻ ഓഫ് കുടികിടപ്പ് അറൈസസ് ബിക്കോസ് നോ കുടികിടപ്പ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫോർ എ പാർട്ട് ഓഫ് എ ബിൽഡിംഗ്. അതായത് ഇപ്പോൾ ഒരാൾ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ഈ കുടികിടപ്പ് എന്ന് പറയുന്നിട്ടൊരു ചോദ്യമേ അറൈസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, ഒരു പാർട്ട് ഓഫ് എ ബിൽഡിങ്ങിനെ നമുക്ക് കുടികിടപ്പെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഒരു പാർട്ട് ഓഫ് എ ബിൽഡിംഗ് കനോട്ട് ബി കുടികിടപ്പ് ക്യാൻ ബി ക്രിയേറ്റഡ്, നോ കുടികിടപ്പ് ക്യാൻ ബി ക്രിയേറ്റഡ് ഫോർ എ പാർട്ട് ഓഫ് എ ബിൽഡിങ്. അതിനുശേഷം സൗര്യർ ജോസഫ് വേഴ്സസ് അയ്യപ്പൻ കാളി എന്ന് പറഞ്ഞിട്ടൊരു കേസ്. ഇതിൽ ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ occupation of the hut is one of the essential ingredients of the കുടികിടപ്പ് claim. If a husband deserts his wife, it does not mean that the wife's occupation of the hut is extinguished. If the wife deserted by her husband continues in the same hut, doubtless she will be entitled to the കുടികിടപ്പ് right if other conditions are satisfied. അതായത് ഇപ്പം ഈ കുടികിടപ്പ് ക്ലെയിം കിട്ടണം എന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഹട്ടിൻ്റെ ഓക്കുപ്പേഷൻ തന്നെയാണ്. അത് ആ ഒരു ഹട്ട് ഓക്കുപ്പൈ ചെയ്തിരുന്നത് ആരാണ്. അപ്പം ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ ഡെസേർട്ട് ചെയ്യണം, അതായത് ഹസ്ബൻഡ് വൈഫിനെ കളഞ്ഞിട്ട് പോയി. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡസ് നോട്ട് മീൻ ദാറ്റ് ദ വൈഫ്സ് ഓക്കുപ്പേഷൻ ഓഫ് ദ ഹട്ട് ഈസ് എക്സ്റ്റിങ്ക്യൂഷ്ഡ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഹട്ടിൽ വൈഫിന് ഇനി ഓക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല, അതോടുകൂടി ആ വൈഫിൻ്റെ ഓക്കുപ്പേഷൻ അവിടെ എക്സ്റ്റിങ്ക്യൂഷ്ഡ് ആകുകയാണ്, തീരുകയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി സപ്പോസ് ഇഫ് ദ വൈഫ് ഡെസേർട്ടഡ് ബൈ ദ ഹസ്ബൻഡ് കണ്ടിന്യൂസ് ഇൻ ദ സെയിം ഹട്ട്, ഹസ്ബൻഡ് കളഞ്ഞിട്ട് പോയെങ്കിലും വൈഫ് അതേ ഹട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം എന്താണ്, ആ ഒരു കുടികിടപ്പ് റൈറ്റ് മറ്റ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് തന്നെ എൻറ്റൈറ്റിൽഡ് ആകും, ആ പറയുന്ന ആ ഒരു സ്ത്രീക്ക് തന്നെ, ആ ഒരു വൈഫിന് തന്നെ എൻറ്റൈറ്റിൽഡ് ആയിട്ട് മാറും. ഇതാണ് സൗര്യർ ജോസഫ് വേഴ്സസ് അയ്യപ്പൻ കാളി എന്ന് പറയുന്ന കേസ്. അതിനുശേഷം മേരി യോഹന്നാൻ വേഴ്സസ് ശ്രീകുമാരൻ നായർ എന്ന് പറയുന്ന കേസിൽ ദ കോർട്ട് ഹെൽഡ് ദാറ്റ് എ പേഴ്സൺ ഹു ബിക്കെയിം എ കുടികിടപ്പുകാരൻ ഇൻ 1978 ഈസ് എൻറ്റൈറ്റിൽഡ് ടു കുടികിടപ്പ് റൈറ്റ്.
The right is not restricted to persons who acquired the status of Kudikidappukaran before 1/1/1970. അവിടെ എന്താ പറയുന്നത്, കോടതി പറഞ്ഞതാണ് ഒരാൾ കുടികിടപ്പുകാരനാണ് ആകുകയാണ്, അത് 1978 അയാൾക്ക് കുടികിടപ്പ് റൈറ്റിന് എൻറ്റൈറ്റിൽഡ് ആണ്. ഇനി ഈ ദ റൈറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ദ പേഴ്സൺ, ഈ ഒരു കുടികിടപ്പുകാരൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് ജനുവരി 1, 1970 മുൻപ് കിട്ടിയ ഒരാളാണെങ്കിലും അയാളുടെ റൈറ്റ് അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം മധു വേഴ്സസ് ആൻസ്ലി എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് എ പേഴ്സൺസ് ക്ലെയിം ഫോർ കുടികിടപ്പ് ബെനിഫിറ്റ് would fail if it is found that he is in possession of 10 cents of land in Karnataka state on which he could erect a homestead. അതായത് ഒരാളുടെ ഒരു കുടികിടപ്പ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഒരാൾ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ ക്ലെയിമിൽ ഫെയിലാകാം. അത് എപ്പോഴാണ്, ഇപ്പോൾ അവിടെ കണ്ടെത്തുകയാണ് ഇയാൾക്ക് കർണാടക സ്റ്റേറ്റിൽ ഒരു 10 സെൻറ്റ് ലാൻഡ് പൊസസ് ചെയ്യുന്നുണ്ട്, അവിടെ വേണമെങ്കിൽ ഇയാൾക്ക് ഹോം സ്റ്റേ ഇറക്റ്റ് ചെയ്യാം, വീട് പണിയാം. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ആ ഒരു കുടികിടപ്പ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലെയിം ഫെയിലായിപ്പോവും. ഇതാണ് മധു വേഴ്സസ് ആൻസ്ലി എന്ന് പറയുന്ന കേസ്. അതിനുശേഷം അസൻ കുഞ്ഞ് ഹാജി വേഴ്സസ് രുക്മിണി അമ്മ എന്ന് പറഞ്ഞ കേസിനകത്ത് the court held that a person who was permitted to occupy a cow shed to use it as a dwelling house could claim കുടികിടപ്പ് റൈറ്റ്. അതായത് ഒരു കൗ ഷെഡിനെ ഒരു ഡ്വെല്ലിംഗ് ഹൗസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു പെർമിഷൻ, ആർക്കാണോ പെർമിറ്റ് ചെയ്യുന്നത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പെർമിഷൻ കിട്ടിയ ആൾക്ക് കുടികിടപ്പ് റൈറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു കൗ ഷെഡ് ഓക്കുപ്പൈ ചെയ്യാനായിട്ട് ഒരാളെ പെർമിറ്റ് ചെയ്തു, അയാൾ അത് എന്താണ് ഒരു ഡ്വെല്ലിംഗ് ഹൗസായിട്ട് അയാൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് കുടികിടപ്പ് റൈറ്റ് അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് അസൻ കുഞ്ഞ് ഹാജി വേഴ്സസ് രുക്മിണി അമ്മ. അതിനുശേഷം അപ്പു വേഴ്സസ് രാമുണ്ണി എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദർ ഈസ് നോ എക്സ്പ്രസ് പ്രൊഹിബിഷൻ ഇൻ ദ ലാൻഡ് റിഫോംസ് ആക്ട് ഫോർ ക്രിയേറ്റിംഗ് എനി കുടികിടപ്പ് റൈറ്റ് സബ്സിക്വൻറ്റ് ടു 1/1/1970. A person who was in possession of more than 10 cents of land at the term of permission cannot claim കുടികിടപ്പ് if he has sold it later. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ലാൻഡ് റീഫോംസ് ആക്ടിൻ്റെ അകത്ത് എക്സ്പ്രസ് ആയിട്ടൊരു പ്രൊഹിബിഷൻ ഒന്നും പറയുന്നില്ല, ആരെയും പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ 1/1/1970 സബ്സിക്വൻ്റ് ആയിട്ട് ഒരു കുടികിടപ്പ് റൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ലാൻഡിൽ പ്രത്യേകിച്ച് പ്രൊഹിബിഷൻസ് ഒന്നും പറയുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരു മോർ ദാൻ 10 സെൻസ് ഓഫ് ലാൻഡ് പ്രോസസ്സ് ചെയ്യുന്ന ഒരാൾ ആ ഒരു പെർമിഷൻ ടൈമിൽ അത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക്, അപ്പോൾ അയാളിപ്പം അത് പിന്നീട് വിൽക്കുകയാണെന്നുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കുടികിടപ്പ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാണ് അപ്പു വേഴ്സസ് രാമുണ്ണി എന്ന് പറയുന്ന കേസ്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ അടുത്തൊരു കേസുണ്ട്, കൊച്ചു കുഞ്ഞു നായർ വേഴ്സസ് കോശി അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു കേസ്. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരള ഹൈക്കോർട്ടിൻ്റെ ഫുൾ ബെഞ്ച് പറഞ്ഞതാണ്, ഇപ്പം ഒരാൾക്ക് ഒരു ലാൻഡിൽ കോ ഓണർഷിപ്പുണ്ട്, മറ്റൊരാളുമായിട്ട് കോ ഓണർഷിപ്പുണ്ട്. അപ്പോൾ അതിപ്പോൾ എത്ര എക്സ്റ്റെൻ്റ് ഉള്ള ലാൻഡ് ആണെന്നുണ്ടെങ്കിലും ഇത് അയാൾക്ക് കുടികിടപ്പുകാരൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റൈറ്റ്സ് ക്ലെയിം ചെയ്യുന്നതിൽ നിന്നും അയാളെ ഡിസെൻറ്റൈറ്റിൽ ചെയ്യും. അതായത് അങ്ങനെ ഒരു കോ ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് കുടികിടപ്പുകാരൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഈ കേരള ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം അങ്ങനെ പറ്റത്തില്ലെന്നാണ് ആര് പറഞ്ഞത്, കേരള ഹൈക്കോർട്ട് ഫുൾ ബെഞ്ച് പറഞ്ഞത്. അതിനുശേഷം ഈ സുപ്രീം കോടതി പറഞ്ഞു കേരള ഹൈക്കോർട്ടിൻ്റെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് തെറ്റാണ്. ഓണർഷിപ്പ് ഒരു 3 തരത്തിലുള്ള എസെൻഷ്യലായിട്ടുള്ള റൈറ്റുകൾ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് ടു പൊസഷൻ, റൈറ്റ് ടു എൻജോയ്, റൈറ്റ് ടു ഡിസ്പോസ്. ഈ 3 എസെൻഷ്യൽസും സാറ്റിസ്ഫൈഡ് ആകാണ് ഒരു കോ ഓണറിൻ്റെ കാര്യത്തിൽ. അപ്പം ഒരു കോ ഓണർക്ക് എന്തിനുള്ള അവകാശമുണ്ട്, പൊസഷൻ ഉള്ള റൈറ്റ് കിട്ടുന്നുണ്ട്, എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കോ ഓണേഴ്സിനും മറ്റ് കോ ഓണറിനെ പോലെ തന്നെ, കോ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓണേഴ്സ് ഉണ്ട്, അതിലൊരാൾ.
അപ്പോൾ ആ ഓണേഴ്സിനെ പോലെ തന്നെ ഈ എൻജോയ്മെൻറ്റും പൊസിഷനൊക്കെ ഉള്ള ഒരു റൈറ്റ് ഓരോ ഓണേഴ്സിനും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഓണർക്ക് തോന്നുകയാണ് ആ ഒരു ലാൻഡിൽ ഇയാൾക്ക് ഒരു വീട് വെക്കണം, ഒരു ഹോം സ്റ്റേ ഇറക്റ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇയാളത് ചെയ്യാൻ ഫ്രീ ആണ്. ഇനി അവിടെ ഈ ഒരു ഓണർഷിപ്പ് പ്രോപ്പർട്ടിയുടെ ഡിവിഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ, ഏത് ഓണറാണോ ഈ ഒരു ഹോം സ്റ്റേ പുട്ടപ്പ് ചെയ്തത് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് പോർഷൻ അയാളുടെ ഷെയറായിട്ട് അലോട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോടതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ഇക്വിറ്റബിൾ റിലീഫായിട്ട് ക്ലെയിം ചെയ്ത് കൊടുക്കാൻ, ആ ഒരു ക്ലെയിം ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാനും പറ്റും, ഒരു റിലീഫ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി മറ്റ് ഓണർ ഈ ഒരു ഹോം സ്റ്റേഡിൻ്റെ കൺസ്ട്രക്ഷനെ ഒബ്ജക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശരിക്കും ഇവിടെ ആ ഒരു ഹോം സ്റ്റേ ഇറക്റ്റ് ചെയ്ത ഓണർക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ ഓണർഷിപ്പ് പ്രോപ്പർട്ടിയെ പാർട്ടീഷൻ വഴി ഡിവൈഡ് ചെയ്തെടുക്കാനും പിന്നീട് ആ കിട്ടിയ അലോട്ടഡ് ഷെയറിലേക്ക് ഒരു ഹോം സ്റ്റേ ഇറക്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടികിടപ്പിൻ്റെ ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആ ഒരു റൈറ്റ് ഓഫ് ഓണർഷിപ്പും കൂടി കണക്കിലെടുക്കണം. ആ ക്ലെയിം അലോ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം കൂടെ കണക്കിലെടുക്കണം എന്നാണ് ഈ ഒരു കൊച്ചു നായർ വേഴ്സസ് കോശി അലക്സാണ്ടർ എന്ന് പറയുന്ന കേസിൽ പറഞ്ഞത്. അതിനുശേഷം വിദ്യാധരൻ വേഴ്സസ് ശിവദാസ് എന്ന് പറയുന്ന കേസിൽ കേരള ഹൈക്കോർട്ട് പറഞ്ഞതാണ് that the finding of the land tribunal that the revision petitioners are not entitled to claim Kudikidap since they came into possession of the property only subsequent to 1/1/1970, date of commencement of the Kerala Land Reforms Act 1964 as amended in 1969, and therefore there are not entitled to claim Kudikidappu right in respect of the property is absolutely illegal and unsustainable. അവിടെ എന്താ പറഞ്ഞത്, ഇപ്പം ആ ഒരു ലാൻഡ് ട്രിബ്യൂണൽസിൻ്റെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഈ റിവിഷൻ പെറ്റീഷനേഴ്സ് ഇവിടെ കുടികിടപ്പ് റൈറ്റിന് ക്ലെയിമിന് എൻറ്റൈറ്റിൽഡ് അല്ല എന്നാണ്. കാര്യം എന്താണ്, ഇവർ ഈ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷനിലേക്ക് വന്നത് ഈ പറയുന്ന ജനുവരി 1, 1970 ശേഷമാണ്, സബ്സിക്വൻ്റ് ആയിട്ടാണ് വന്നത്. അതെന്ന് പറയുന്നത് ഈ നമ്മൾ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1964 ഇത് അമെൻഡ് ചെയ്തത് എപ്പോഴാണ്, 1969. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു കുടികിടപ്പ് റൈറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് ഇവർ എൻറ്റൈറ്റിൽഡ് ആകുന്നില്ല ആ ഒരു പ്രോപ്പർട്ടിയുടെ റെസ്പെക്റ്റിൽ. കാര്യം എന്താണ്, അത് അബ്സല്യൂട്ട്ലി ഇല്ലീഗലാണ്, അൺസസ്റ്റൈനബിളാണ്, അത് നിയമത്തിന് വിരുദ്ധമാണ്. ഇനി പാർക്കുട്ടി വേഴ്സസ് സരസമ്മ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട്. അതിൽ കേരള ഹൈക്കോർട്ട് പറഞ്ഞതാണ് കുടികിടപ്പ് റൈറ്റ് ക്യാൻ ബി ക്ലെയിംഡ് ഓൺലി ഇൻ റെസ്പെക്റ്റ് ഓഫ് എ ഹട്ട്. ഒരു ഹട്ടിൻ്റെ റെസ്പെക്റ്റിൽ മാത്രമേ കുടികിടപ്പ് റൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹട്ടെന്ന് പറഞ്ഞാൽ ഒരു ഡ്വെല്ലിംഗ് ഹൗസാണ്, അത് കംപ്ലീറ്റ് ആയിരിക്കണം, ആൻഡ് നോട്ട് എ പ്ലേസ് വിച്ച് ഇസ് മിയർലി എ പാർട്ട് ഓഫ് എ ലാർജ് സ്ട്രക്ചർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്. ഒരു ലാർജർ സ്ട്രക്ചറിൻ്റെ ഒരു കുഞ്ഞു പാർട്ടാണ്, ആ പാർട്ട് നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നമുക്ക് ഹട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അല്ലാതെ ഒരു ഡ്വെല്ലിംഗ് ഹൗസ്, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡ്വെല്ലിംഗ് ഹൗസിനെ നമുക്ക് ഹട്ടെന്ന് വിളിക്കാം. നോർമലി നമ്മൾ ഹട്ടെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഭയങ്കര ചെറിയ ഒരു വീട്, ഒരു സ്മോൾ ഹൗസ്. അത് കംപ്ലീറ്റ് ആയിരിക്കും, ലോ കോസ്റ്റിലായിരിക്കും, ആൻഡ് നോബഡി വുഡ് റെഫർ ടു എ ഫ്ലാറ്റ് ഓർ പാർട്ട് ഓഫ് എ സ്ട്രീറ്റ് ഹൗസ് ആസ് എ ഹട്ട്. ആരും ഒരു ഫ്ലാറ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ഹൗസിൻ്റെ ഒരു പാർട്ടിനെയോ ഹട്ടെന്ന് വിളിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു പാർക്കുട്ടി വേഴ്സസ് സരസമ്മ എന്ന് പറയുന്ന കേസിൽ ഹട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ കുറേ കേസുകൾ ഡിസ്കസ് ചെയ്തു, അതെന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ആൻഡ് അതിനകത്ത് ഈ കുടികിടപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു കുടികിടപ്പുകാരൻ്റെ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.